എന്റെ സ്നേഹിതരെ, ദൈവവചനത്തിലെ സത്യസന്ധമായ ആത്മാവിഷ്കാരം എന്താണെന്ന് കഴിഞ്ഞ 3 VCDകളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു എങ്കിൽ മനസ്സിലായി കാണേണ്ടതാണ്. ദൈവം സർവശക്തനാണ് എന്ന് നമ്മൾ തൊട്ടടുത്ത് അറിയുകയാണ്. സർവശക്തനായ ദൈവത്തെക്കുറിച്ച് അവൻ സർവ്വവ്യാപകത്വമുള്ളവനാണെന്ന് ബൈബിൾ പറയുന്നു. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെന്ന്. ഓംനിപൊട്ടൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ദൈവം സകലതും കാണുന്നു, സകലതും അവന്റെ ആധിപത്യത്തിലായിരിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ജെറമ്യാ പ്രവാചകൻ 23:34 അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:24 മുതൽ 28 വരെ വചനങ്ങളിലും ദൈവത്തിന്റെ ഈ സർവ്വവ്യാപകത്വത്തെക്കുറിച്ച് അറിയാം. 1/2 ഗ്രാം തൂക്കമുള്ള ഒരു അപ്പത്തിനകത്ത് സർവ്വവ്യാപിയായ ദൈവത്തെ പിടിച്ചു വെച്ചുകൊണ്ട് അതാണ് ശരിയെന്ന് പറയുകയും അങ്ങനെ പാട്ടുണ്ടാക്കി അത് പാടുകയും ചെയ്യുക എന്നത് എത്രയോ വിവരമില്ലായ്മയാണ്. സർവ്വവ്യാപകത്വമുള്ളവനെ അതിനേക്കാൾ കുറച്ച് പറയുന്ന വിവരക്കേടാണ് ഞാൻ പറഞ്ഞത്. സർവ്വവ്യാപിയായ ദൈവം സർവ്വവ്യാപി തന്നെയാണ്. ഈ ദൈവം സർവശക്തനുമാണ്. സർവശക്തൻ എന്നതിന് പകരമാണ് ഓംനിപൊട്ടൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ദൈവത്തിന് എല്ലാ ശക്തിയും ഉള്ളതുകൊണ്ട് അവൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അവന്റെ ശക്തിയുടെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയരെ ഒരു വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉരുവാക്കിയത്. സങ്കീർത്തകൻ 19:1 റോമ 1:20 ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട്. താൻ സർവശക്തനാണ് എങ്കിലും തന്റെ സ്വഭാവത്തിന് വിരുദ്ധമായി ദൈവം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല എന്നതുകൂടി നമ്മൾ ഓർക്കണം. 2 തിമോത്തി 2:13 ആ കാര്യം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ദൈവം ഒരു കോളേജ് പ്രൊഫസറിന്റെയോ മെഡിക്കൽ കോളേജിലെയോ ഒരു ഡോക്ടറുടെയോ ഒരു സയന്റിസ്റ്റിന്റെയോ ജ്ഞാനമാണ് അവനുള്ളത് എന്ന കുറഞ്ഞ വിവരം നമ്മൾ പലപ്പോഴും പലരും പ്രദർശിപ്പിച്ചേക്കും. പക്ഷെ അവൻ ഓംനി സയൻസ് ആണ്, അഥവാ സർവജ്ഞാനിയാണവൻ. ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും എല്ലാം കൂടെ ചേർന്ന സർവജ്ഞാനിയാണവൻ. സങ്കീർത്തന പുസ്തകം 139 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഈ സത്യം അറിയാം. 1 കൊരിന്ത്യർ 2:11 ഈ സത്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 യോഹന്നാൻ 3:20 ഈ ദൈവം സർവോന്നതത്വമുള്ളവനാണ്, അവൻ നിത്യത്വമുള്ളവനാണ്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ മകനും മകളുമാൻ ആഗ്രഹിക്കുന്നവരും ഈ ദൈവത്തിന്റെ കരവലയത്തിൽ അകപ്പെട്ട് സ്വർഗരാജ്യം അനുഭവിക്കുവാൻ ഇരിക്കുന്നവനുമാണ് ഞാനും നീയും എങ്കിൽ ഒന്നേ നമ്മൾ വിശുദ്ധി പാലിക്കണം. കാരണം ഈ ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിന് മാത്രം ഉപയോഗിക്കാവുന്ന വാക്കാണ് വിശുദ്ധൻ പരിശുദ്ധൻ എന്നത്. ഏതെങ്കിലും സഭകൾ പുണ്യവാന്മാരെ പരിശുദ്ധന്മാരെന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ പുണ്യവതികളെ വിശുദ്ധകളെന്ന് വിളിക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം വിവരക്കേടായിട്ട് മാറുകയാണ്. നമ്മൾ വിശുദ്ധി പാലിക്കണം, ഈ ദൈവത്തോട് ചേർന്ന് നടക്കണമെന്നാണ് അർത്ഥം. ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കും എന്നാണ് 1 പത്രോസ് 1:16 യേശയ്യ 57:15 നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധി പാലിച്ചുകൊണ്ട് വേണം വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും പോകുവാൻ. വിശുദ്ധി പാലിക്കണം എന്നതിന്റെ അർത്ഥം എല്ലാ ടൈപ്പ് പാപങ്ങളെയും യേശുവിന്റെ രക്താഭിഷേകത്താൽ കഴുകിക്കളഞ്ഞുകൊണ്ട് നമ്മൾ അനുഗ്രഹീതരാകണമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ പാപങ്ങളിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് വിശുദ്ധി പാലിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. പാപത്തിന്റെ ഉത്ഭവം ഇവിടെ നമ്മൾ പരിശോധിക്കണം. പിശാചിൽ നിന്നുമാണ് പാപം ആരംഭിച്ചത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിലും യേശയ്യാവിന്റെ പ്രവചനം എന്ന 14-ാം അധ്യായത്തിലും പിശാച് ഉണ്ടായത് എങ്ങനെയാണ് എന്ന് വചനത്തിലൂടെ പറയുന്നു. ദൈവത്തെക്കാൾ മഹോന്നതനാകാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ട് ദൈവം അവനെ പാതാളത്തിലേക്ക് അഥവാ ലോകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നാണ് അവിടെ നാം വായിക്കുക. യൂദായുടെ പുസ്തകം 6 വായിക്കുമ്പോൾ അവനോട് പക്ഷം കാണിച്ച ഒത്തിരി മാലാഖമാരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് അവൻ ഈ ഭൂതലത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവന്റെ പ്രേരണയാലും മനുഷ്യന്റെ സ്വന്തം ആസക്തികളാലുമാണ് പ്രിയപ്പെട്ടവരെ പാപമുണ്ടാകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ദൈവം കൽപ്പിച്ചതും പ്രകൃതി ആവിഷ്കരിക്കുന്നതുമായ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് പാപം. ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതും പാപമാണ്. ആദം മുതൽ ഇങ്ങോട്ടാണ് പാപമുണ്ടായത്. ആദ്യത്തെ ഭൂമിയിലെ പാപം ആദത്തിന്റെ ഹവ്വയുടെ അനുസരണക്കേടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആദം പാപം ചെയ്തതോടുകൂടി സന്തതി പരമ്പരകളായി ജനിച്ചു വരുന്ന നമ്മളും അറിയാതെ പാപ ജന്മം നടത്തിപ്പോകുന്നു. കാരണം പാപം മനുഷ്യനിൽ വസിക്കുന്നുവെന്നാണ്
റോമരുടെ ലേഖനം 7-ാം അധ്യായം 8, 9, 10, 18, 19, 20 വചനങ്ങളിൽ പറയുന്നത്. അവ ഏതൊക്കെയാണെന്നോ? നമ്മുടെയൊക്കെ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും. അത് മൂന്നുമാണ് പാപത്തിന്റെ അസ്തിത്വത്തെ നമ്മൾ വളർത്തുന്നത് എന്ന് 1 യോഹന്നാൻ 2:15-16 പറയുന്നു. ആ സ്വഭാവം നിലനിൽക്കുമ്പോൾ ദൈവസ്നേഹം നമ്മളിൽ വളരുകയില്ല എന്നാണ് കർത്താവ് അവിടെ നമ്മൾ പറഞ്ഞു തരുന്നത്. പ്രിയരെ, ആദാമിന്റെ പാപം എല്ലാവരിലേക്കും പാപ സ്വഭാവത്തെ വളർത്തിയിരിക്കുകയാണ്. പാപത്തിന്റെ പ്രകൃതിയോടുകൂടിയാണ് അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ജനിക്കുവാൻ തന്നെ ഇടയാകുന്നത്. ഈ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുക എന്നതാണ് മനുഷ്യൻ ആഗ്രഹിക്കേണ്ട സംഭവം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 32:1 നമ്മുടെ ലംഘനം ക്ഷമിച്ചു കിട്ടണം, നമ്മുടെ പാപം മറച്ചു കിട്ടണം. ലംഘനം ക്ഷമിച്ചു കിട്ടണമെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ പാപം മോചിക്കാൻ പറ്റുകയില്ല. കുമ്പസാരക്കൊണ്ടിരിക്കുന്ന പുരോഹിതൻ അങ്ങനെ ഭാവിക്കുന്നേ ഉള്ളൂ. പാപം ക്ഷമിക്കുവാൻ അധികാരം ദൈവത്തിനേ ഉള്ളൂ. ദൈവം ലോകത്തിലേക്ക് അയച്ച പുത്രനേ ഉള്ളൂ. പുത്രൻ ലോകത്തിലേക്ക് അയച്ച ആത്മാവേ ഉള്ളൂ, അഥവാ ത്രിത്വത്തിനേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് പറയാതെ യേശുവിന് മാത്രമേ ഉള്ളൂ എന്ന് തീർത്തും പറയാം. പാപമോചനം നമുക്ക് തരാനാണ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ആ യേശു ഇപ്പോഴും ഉണ്ട്. പാപമോചനം ലോകത്തിലേക്ക് തരാൻ വന്ന യേശു ഇപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ വേറൊരാൾ പാപമോചനം നൽകുന്നതിന്റെ അവസ്ഥ എന്താണ്? അഥവാ കുമ്പസാരത്തിന്റെ പ്രസക്തി എന്താണ്? യേശുവിനെ അംഗീകരിക്കുന്നില്ല അയാൾ എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ ഞാനാണടാ യേശു എന്ന് പറയുന്നതിന് തുല്യമാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ പിന്നെ എന്താ? ഈ പുരോഹിതന്മാർക്ക് ഒരു ലജ്ജയുമില്ലല്ലോ. കർത്താവ് ചെയ്യുന്ന ജോലി ഇടയ്ക്കിടയ്ക്ക് പാപം ചെയ്തുകൊണ്ടിരിക്കുകയും കുംസാര കൂട്ടിയിരുന്ന് മോചിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന എന്തൊരു വിവരക്കേടാണ് ഇവർ ചെയ്തു കൂട്ടുന്നല്ലേ. തീർത്ഥത്തിന് ഒരു പുല്ലിന്റെ വില പോലും കൽപ്പിക്കാത്ത പൗരോഹിത്യം. യേശു കർത്താവ് 33 കൊല്ലം കൊണ്ട് ഇവിടെ ആവിഷ്കരിച്ച ദൈവരാജ്യത്തിനും അവൻ എന്റെയും നിന്റെയും പാപത്തിന് പകരമായി അടികൊണ്ടതും കൊല്ലപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും വീണ്ടും വരാൻ പോകുന്നിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു ചിന്താധാര, കൾട്ടുവാദം, സത്യദൈവത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത, പുത്രൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചിന്തയിലേക്ക് വരാൻ സാധിക്കാത്ത ഒരു ബന്ധന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന് രക്തം ചൊരിഞ്ഞുള്ള യാഗമാണ് പഴയ നിയമഗ്രന്ഥമനുസരിച്ച് ദൈവം സംഘടിപ്പിച്ചു കൊടുത്തത്. പാപം ചെയ്ത മനുഷ്യന് പകരമായി ഒരു നിഷ്കളങ്ക മൃഗം കൊല്ലപ്പെടണം എന്നതാണ് ലേവ്യരുടെ പുസ്തകം മുതൽ ഇങ്ങോട്ട് പഴയ നിയമഗ്രന്ഥങ്ങൾ ആവിഷ്കരിച്ചത്. പാപം ചെയ്ത ആദാമിന് ഹവ്വയ്ക്കും പകരമായി, പ്രിയരെ, ഉൽപ്പത്തി 3:21 പറയുന്ന പോലെ ഒരു മൃഗം കൊല്ലപ്പെട്ടു. ലേവ്യ പുസ്തകം 1 മുതൽ 10 വരെ അധ്യായങ്ങളിൽ വിവിധ കുറ്റങ്ങൾക്കുള്ള യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയെല്ലാം യാഗത്തിന് പകരമായി മൃഗങ്ങൾ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ യാഗമരണമാണ് അന്ന് ലേവ്യ യാഗങ്ങളെ പൂരിപ്പിച്ചത്. യേശുക്രിസ്തുവിന്റെ യാഗമരണങ്ങളെ പഴയ നിയമം നിഴലാക്കി വെച്ചു എങ്കിൽ പുതിയ നിയമം അതൊരു യാഥാർത്ഥ്യമാക്കി വെച്ചു. പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലാണ്, പുതിയ നിയമം പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ്. മത്തായി 5:17 കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നത് നിയമങ്ങളെ ക്യാൻസൽ ചെയ്യാനല്ല, അവയെ പൂർത്തീകരിക്കാനാണ് എന്ന് കർത്താവോടെ പറഞ്ഞു വെച്ചു. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ യാഗമരണത്താലാണ് ലോക മനുഷ്യന്റെ പാപത്തിന് വിടുതലുണ്ടായത്. ഇനി ആ യാഗമരണം നടത്തിയ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ടെന്ന് എബ്രായർ 10:12 പറയുന്നു. അപ്പോൾ പാപം എന്താണെന്നും പാപി ആരാണെന്നും പാപത്തിന് എങ്ങനെയാണ് പരിഹാരമെന്നും ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം സർവശക്തനാണ്, സ്നേഹമാണ്, വചനമാണ്, ആത്മാവാണ്, സർവശക്തനാണ്, എല്ലാമാണ്. മനുഷ്യൻ നിസ്സാരനാണ്, നിസ്സാരന് നിസ്സാരനാണ്. ആദാം മുതൽ ഇങ്ങോട്ടുള്ളതും അവന്റെ കർമ്മത്താലുള്ളതുമായി സകല പാപവും അവന്റെ പ്രവൃത്തിയാൽ മാറ്റുവാൻ അവന് യോഗ്യതയില്ലാത്തതുകൊണ്ട് പഴയ നിയമം ആവിഷ്കരിച്ച പാപയാഗ മൃഗം കൊല്ലപ്പെട്ടു. അത് പുതിയ നിയമത്തിലെ ക്രിസ്തുവാണ്. അങ്ങനെ കൊല്ലപ്പെട്ട ക്രിസ്തു മുഖാന്തിരം സകല പാപങ്ങൾക്കും ദൈവമിത വിടുതൽ നൽകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സ്വതന്ത്രനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ആദം ആ പദ്ധതിയെ പൊളിച്ചു, ഹവ്വയും പൊളിച്ചു. ഞാനും നിങ്ങളും അത് പൊളിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ ബോധവൽക്കരിക്കുന്ന
ഗ്രന്ഥ സമുച്ചയങ്ങളാണ് ബൈബിളിലുള്ള ഓരോ വിശുദ്ധ ഗ്രന്ഥങ്ങളും. പാപം മനുഷ്യനെ ഭയത്തിന് അടിമയാക്കുമ്പോൾ മനുഷ്യൻ ഭയപ്പെടാതെ ക്രിസ്തുവിൽ ആകർഷിക്കപ്പെടണമെന്നതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പാപിയെ സ്നേഹിക്കുന്ന ദൈവം അവനൊരു രക്ഷാകര പദ്ധതി ഒരുക്കുകയാണ് ബൈബിളിലൂടെ. തന്റെ അളവറ്റ ദയ പ്രദർശിപ്പിക്കുകയാണ് ബൈബിളിലൂടെ. അഹങ്കരിച്ച മനുഷ്യനെയും ജഡിക പാപത്തിൽ കൂടെ വശീകരിക്കപ്പെടുന്ന മനുഷ്യനെയും സാമ്പത്തിക അസമത്വങ്ങളിലും സാമ്പത്തിക ദുരുപയോഗങ്ങളിലും ചെന്ന മനുഷ്യനെയും സുവിശേഷത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കർത്താവിന്റെ പദ്ധതി. അതിനുവേണ്ടി കർത്താവ് തന്റെ സുവിശേഷ ഗ്രന്ഥത്തിൽ അനേകരെ പാപത്തിൽ നിന്നും വിടുതൽ കൊടുത്ത് രക്ഷിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. സുവിശേഷം വായിക്കുന്ന അതിനാണ്. മഗ്ദല മറിയത്തിന് കർത്താവ് വിടുതൽ കൊടുത്ത സംഭവം ലൂക്കായുടെ 8-ാം അധ്യായത്തിൽ അവളെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെയേറെ പാപിനിയായ ഒരു സ്ത്രീയായിരുന്നു അവൾ. മത്തായി 27:55-56 നമ്മൾ ഈ മഗ്ദല മറിയത്തെ കാണുന്നുണ്ട്. മർക്കോസ് 15:40 കാണുന്നുണ്ട്. യോഹന്നാൻ 19:25 ഇങ്ങനെ പല സ്ഥലത്തും നമ്മൾ മഗ്ദല മറിയത്തെ കാണുന്നുണ്ട്. പിശാച് വിട്ടുപോയ മഗ്ദല എന്നാണ് അവളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ പീഡാസഹനത്തിലും ഉത്ഥാനത്തിലും മഗ്ദലനെ നമ്മൾ അടുത്തടുത്ത് കാണുന്നു. മുടി പിന്നിടുന്ന സ്ത്രീ എന്നാണ് മഗ്ദലന എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ആകർഷിക്കാൻ നടക്കുന്നവളെന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. പണ്ടവൾ അങ്ങനെയായിരുന്നു. എന്നാൽ യേശുവാകട്ടെ ഒരു നിമിഷം കൊണ്ട് മറിയത്തെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയാണ്. ഉത്ഥാന പ്രഭാതത്തിൽ യേശു അവളെ മറിയമെന്ന് വിളിക്കുന്നത് ഡാവിഞ്ചി കോഡിൽ രേഖപ്പെടുത്തുന്നത് പോലെയൊന്നുമല്ല. അതൊക്കെ ഈ ലോകത്തിന് തട്ടിപ്പാണ്. ഒരു പാപിയെ യേശു എങ്ങനെ കാണുന്നു എന്നതിന്റെ സത്യമാണ് നമ്മളിവിടെ കാണുന്നത്. ജീവനുള്ള കർത്താവിനെ മാനസാന്തരപ്പെട്ട പാപിനിയായ മഗ്ദലന ഒടുവിൽ കണ്ടുമുട്ടുകയാണ്. പാപിനിയോടും പാപിനികനോടുമൊക്കെയുള്ള ക്രിസ്തുവിന്റെ മനോഭാവം ഇതാണ്. ജായിറൂസിന്റെ മകൾ, അവൾ വെറും 12 വയസ്സുകാരിയാണ്. മർക്കോസ് 5:22 മത്തായി 9:18 മുതലും ലൂക്കോസ് 8:40 മുതലുമൊക്കെ നമ്മൾ ഈ ജായിറൂസിന്റെ മകളെ കാണുന്നുണ്ട്. സാധാരണഗതിയിൽ രോഗം വരാൻ കുറച്ച് പ്രായം വേണം, മരണം വരാനും കുറച്ച് പ്രായം വേണം. രോഗം വരുന്നതിനോ ദുഃഖം വരുന്നതിനോ മരണം വരുന്നതിനോ പ്രായമാകാത്ത ജായിറൂസിന്റെ മകൾ, അവൾ ആസന്ന മരണസ്ഥയാകുമ്പോൾ ബാലിക എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ തലീത്താകുമി എന്ന് പറഞ്ഞുകൊണ്ട് ജീവദായകമായ ഒരു സ്പർശം കൊടുക്കുകയാണ്. ശക്തിദായകമായ വചനം അവളിലേക്ക് അയക്കുകയാണ് കർത്താവ്. അവൾ ക്ഷീണിച്ചിരുന്നതുകൊണ്ട് ശോഷിച്ചിരുന്നതുകൊണ്ടും അവൾക്ക് ഭക്ഷിക്കാൻ വല്ലതും കൊടുക്കണം എന്നും കർത്താവ് പറയുകയാണ്. രോഗിയോടും പാപിയോടുമുള്ള ദൈവത്തിന്റെ മനസ്സരിവാണ് ഞാൻ പറയുന്നത്. നീ ഇപ്പോൾ രോഗിയാണോ പാപിയാണോ? നീ ഇപ്പോൾ ദുഃഖിതനാണോ പീഡിതനാണോ? നീ ഇപ്പോൾ പിശാച് ബാധിതനാണോ? എങ്കിൽ ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നു പ്രിയപ്പെട്ടവനെ. 18 വർഷമായി കൂനിപ്പോയ മറ്റൊരു സ്ത്രീയെ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. സമൂഹത്തിൽ യാതൊരു സ്ഥാനവും വിലയുമില്ലാതിരുന്ന കൂനി നടക്കുന്ന ഈ സ്ത്രീയെ അന്നത്തെ നാട്ടുമര്യാദ വിട്ടുകൊണ്ട് യേശു സ്പർശിക്കുകയാണ്. സാബത്തിന്റെ ദിവസമാണ് യേശു അവളെ സ്പർശിക്കുന്നത്. വ്യവസ്ഥാപിത ഘടകങ്ങൾക്കെതിരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ യേശുവിന് സാധിക്കണമെങ്കിൽ കൂനിയായ ഈ സ്ത്രീ ഒരു നിമിത്തമായി വരണമായിരുന്നു. സകല സാമൂഹിക വിലക്കുകളെയും ആചാരമര്യാദ നിയമങ്ങളെയും ലംഘിക്കുവാൻ യേശുവിന് അറിയാം. യേശുക്രിസ്തു എന്റെ ഉള്ളിലുണ്ടെങ്കിൽ സാമൂഹ്യ നിയമങ്ങളൊക്കെ ലംഘിക്കുവാൻ എനിക്കും മതിയാകണം. അതിന് മതിയായ ഒരാത്മാവിനെയാണ് ദൈവം യേശുവിനും കൊടുത്തത്, എനിക്കും തന്നത്, നമുക്ക് ഓരോരുത്തർക്കും തന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം കൊണ്ടും ദുഃഖം കൊണ്ടും തകർച്ച കൊണ്ടും കഴിയുന്നവരോട് ദൈവം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നീ കുമ്പസാരത്തിനണയാതെ, കുർബാനയ്ക്കണയാതെ, കൊന്തയ്ക്കണയാതെ ഈ യേശുവിലേക്കൊന്ന് അണഞ്ഞു നോക്കിക്കേ. എന്തൊരു സന്തോഷം നിന്റെ ജീവിതത്തിലുണ്ടാകുമെന്നറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന സമരിയാക്കാരി സ്ത്രീയിലൂടെ യേശുവിന്റെ ആളത്വം ഒരു പരിധിവരെ അളക്കുവാൻ നമുക്ക് സാധിക്കും. ജീവജലത്തിന്റെ ഉറവകൾ ഒളിഞ്ഞിരിക്കുന്ന അവിടുത്തെ ഹൃദയത്തിലേക്ക് ഓടിയിട്ടിറങ്ങുവാൻ സമരിയാക്കാരി സ്ത്രീക്ക് സാധിച്ചതുപോലെ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും സാധിക്കണം. ലോകത്തിലെ എല്ലാ പുരുഷന്മാർക്കും സാധിക്കണം. അതിന് ജനങ്ങളുടെ മനസ്സ് വളരണം, സുവിശേഷത്തിലേക്ക് വളരണം. സുവിശേഷത്തിലേക്ക് വളരുന്നതാണ് മാനസാന്തരം. ശിഷ്യന്മാർ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് വരണം. മാർപ്പാപ്പയോ പാത്രിയാർക്കിസോ ബിഷപ്പുമാരോ എല്ലാവരും വചനത്തിലേക്ക് വരണം.
യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് വളരണം. മർത്യരെ ആരെയും തൃപ്തിപ്പെടുത്താനല്ല കേട്ടോ യേശു ലോകത്തിലേക്ക് വന്നത്. ഞാനും നീ ഒരു സുവിശേഷ പ്രവർത്തകനോ പുരോഹിതനോ പാസ്റ്ററോ എന്നെങ്കിലും ആവട്ടെ ആണെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്മാരെ തൃപ്തിപ്പെടുത്താമെന്ന് നമ്മളും വ്യാമോഹിക്കേണ്ട. യേശു പിതാവിനെ മഹത്വപ്പെടുത്താനാണ് വന്നത്. അതുകൊണ്ട് അവന് കണ്ട കോടാലിയായി ക്രൂശ് തീരുകയാണ് ചെയ്തത്. അതെ പ്രിയപ്പെട്ടവരെ, നിയമങ്ങളെയും ചട്ടങ്ങളെയും പാരമ്പര്യങ്ങളെയും അതുപോലെ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ട് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാമെന്ന വ്യാമോഹം നിങ്ങൾക്കാർക്കും വേണ്ട. പാപമോചനത്തിന് രക്തം ചൊരിഞ്ഞുള്ള യാഗമാണ് ദൈവം നിശ്ചയിച്ചത്. അത് യേശുക്രിസ്തുവിന്റെ ചോരയാണ്. അങ്ങനെയാണ് അവൻ ചോര ചിന്തിക്കൊണ്ടാണ് രക്ഷിച്ചത്. എബ്രായർ 2:3-4 വചനത്തിൽ പറയുന്ന പോലെ ഇത്ര മഹത്തായ രക്ഷയെ നീ അവഗണിക്കരുത്. ഇത്ര മഹത്തായ രക്ഷയെ നീ അവഗണിച്ചാൽ നിനക്കൊരിക്കലും തിരിച്ചു വരുവാൻ സാധിക്കുകയില്ല. അപ്പോ രക്ഷ പ്രാപിക്കണ്ടേ എന്ന് ചിന്തിച്ചോ? മനസ്സ വാച കർമ്മണ വചനത്തിനെതിരായും കൂട്ടായ്മയുടെ സത്യത്തിനെതിരായും പാപബദ്ധമായ ജീവിതം നയിക്കുമ്പോൾ ലോകചരിത്രത്തിൽ പാപമില്ലാതെ വന്ന ഒരാളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പാപമില്ലാതെ ജനിച്ചവൻ യേശുക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, യോഹന്നാൻ 1:29 മനസ്സിലാക്കിക്കൊണ്ട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അവൻ എന്ന് പറഞ്ഞത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട്, പാപിയുടെ മറുപടിയായി രക്ഷിതാവായി തീർന്ന യേശുക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട്, രക്ഷകനും നാഥനും ചക്രവർത്തി അവനെ സ്വീകരിച്ചുകൊണ്ട്, ഞാനും നീയും നമുക്കുള്ള രക്ഷ നേടുവാൻ നമുക്കുള്ള പങ്ക് എന്താണെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ദൈവം ആഗ്രഹിക്കുന്നതാണ്. രക്ഷ പ്രാപിക്കുന്നതിന് നമുക്കുള്ള തിരിച്ചറിവ് ഈ ലോക സാഹചര്യത്തിൽ നിന്നും, ഈ പാപ സാഹചര്യത്തിൽ നിന്നും, ഈ ദുഃഖ സാഹചര്യത്തിൽ നിന്നും, ഈ പിശാചിന്റെ സാഹചര്യത്തിൽ നിന്നും നമ്മൾ ദൈവാത്മാവിന്റെ വയറ്റിൽ നിന്ന് വീണ്ടും ജനിക്കണം എന്നതാണ് രക്ഷ പ്രാപിക്കുന്നത് നമുക്ക് അത്യന്താപേക്ഷിതമായത്. ഇത് വീണ്ടും ജനനമാണ്. ഇത് പൂമ്പാറ്റിയായിട്ട് പറക്കുന്നതാണ്. ഇത് കാട്ടിക്കിടക്കുന്ന മുട്ട മയിലായി വിരിയുന്നതാണ്. ഇത് ആറ്റിക്കിടക്കുന്ന ചത്തപോലെ കിടക്കുന്ന മീൻ ശത്രുവായ ഒരു വലിയ മത്സ്യത്തെ കാണുമ്പോൾ വാലും വളച്ചുകൊണ്ട് അതിശക്തമായി ഓടി രക്ഷപ്രാപിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നീ കൺവേർട്ട് ചെയ്യപ്പെടണം, മാനസാന്തരത്തിലേക്ക് വരണം, നിന്നിൽ വിശ്വാസം ഉറയ്ക്കണം, ഫെയ്ത്ത് ഉറയ്ക്കണം, നിനക്ക് വീണ്ടും ജന്മം ഉണ്ടാകണം, റീജനറേഷൻ നടക്കണം, നീ വിശുദ്ധീകരിക്കപ്പെടണം, സാങ്ക്ടിഫിക്കേഷൻ നടക്കണം, നിന്നെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന് തുല്യനായിട്ട് ദത്തെടുക്കപ്പെടണം, അഡോപ്ഷൻ നടക്കണം, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ചോരയാൽ നീ രക്ഷിക്കപ്പെടണം, റിഡംഷൻ നടക്കണം. ഈ ത്രിയേക ദൈവം ഇങ്ങനെ നിന്നെ വിശുദ്ധനാക്കി എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടായ്മ, ആഗ്രഹിക്കുന്ന സത്യനമസ്കാരികളുടെ കൂട്ടായ്മയാണ് സഭ, വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ കൂട്ടായ്മ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം 50-ാം ദിവസം, അതായത് പന്തക്കുസ്താ നാളിൽ ജെറൂസലേമിൽ കർത്താവിന്റെ ശിഷ്യന്മാരും മറ്റും പെസഹാ ഭക്ഷണത്തിനായി കൂടി വന്ന അതേ മാളികയിൽ യൂദാ ഒഴികെയുള്ള എല്ലാ ശിഷ്യന്മാരും മറ്റനുയായികളും ചേർന്ന് 120ഓളം ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോഴാണ് സഭ ആരംഭിച്ചത്. ആ ദിവസം തന്നെ 3000 പേർ അവനോട് ചേർന്നു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നു. സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തോടുകൂടി സഭ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി വരികയാണ്. ക്രിസ്തുവാണ് സഭയുടെ അധികാരി, രാജാവ്. പഴയ നിയമകാലത്ത് പ്രവാചകന്മാർക്ക് വെളിപ്പെടാതിരുന്നതും പുതിയ നിയമത്തിൽ വെളിപ്പെട്ട് കിട്ടിയതുമായ സത്യങ്ങളെയാണ് സഭയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എഫേസോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 2, 4, 5, 6 വചനത്തിലൂടെയാണ് ഇത് നമ്മൾ അറിയുന്നത്. യഹൂദന്മാരും ജാതികളുമെല്ലാം ഒന്നായി ചേരുന്ന ഒരു സഭാമർമ്മമാണ് അവിടെ വെളിപ്പെടുത്തി കിട്ടുന്നത്. പെന്തക്കോസ്ത് നാൾ മുതൽ സഭയുടെ ഉൾപ്രാവണം വരെ ക്രിസ്തു നയിക്കുന്ന സഭയാണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്. ഓരോരോ നാട്ടിലുമുള്ള കൂട്ടത്തെ ക്രിസ്തുവിന്റെ വചനത്തിലൂടെ നയിക്കുന്നതിനെ പ്രാദേശിക സഭ എന്ന് പറയുന്നു. ക്രിസ്തു നയിക്കുന്ന ആഗോള സഭയിൽ ഞാനും എന്റെ കുടുംബാംഗങ്ങളും നീയും നിന്റെ കുടുംബാംഗങ്ങളും നമ്മുടെ കരയിലുള്ള ആളുകൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവരാജ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഉപയോഗിക്കപ്പെടുന്ന കൂട്ടായ്മയെ പ്രാദേശിക സഭ എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ വേതനം മരണമാണെന്നറിയാമല്ലോ. റോമർ 6:23 അത് പറയുന്നുവല്ലോ. ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനാണെന്നും അറിയാമല്ലോ. പാപമോചനം നിത്യജീവൻ നൽകുവാൻ മതിയായവനായ യേശുവിലൂടെയാണ്
എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. യേശുവാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞു. എബ്രായർ 10:12 അത് പറയുന്നു. ആ ഏകബലി അർപ്പണത്തിലൂടെ തന്നെ സകല പാപം മോചിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയ പിന്നെ മനുഷ്യനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എന്ത് ഫലം? എബ്രായർ 10:12 പറയുന്നു, യേശുവാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. പാപങ്ങൾ മാറ്റുവാൻ വേണ്ടി യേശുക്രിസ്തു അതിനീചമായി കൊല്ലപ്പെട്ടുകൊണ്ടുള്ള ഏകബലി സമർപ്പണം നടത്തിക്കൊണ്ട് ഉത്ഥാനം ചെയ്ത് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സഭയെ സ്നേഹിക്കുന്ന വിവരം സത്യമായതുകൊണ്ട്, എബ്രായർ 10:12 സത്യമായതുകൊണ്ട് ആ സത്യത്തിലൂടെയാണ് പാപമോചനമെന്ന് പ്രിയ സുഹൃത്തെ നീ തിരിച്ചറിയണം. നിന്റെ സഭയിലെ ഏതെങ്കിലും നല്ല കുപ്പായി വിട്ടവരിലൂടെയോ PhD എടുത്തവരിലൂടെയോ ഒരു പാപവും മോചിക്കപ്പെടുന്നില്ല എന്ന സത്യം അറിയണമേ. ആ സത്യത്തിന്റെ അറിവിൽ മാത്രമേ യോഹന്നാൻ 8:32 യാഥാർത്ഥ്യമാകൂ. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയുള്ളൂ. അങ്ങനെ അറിയുമ്പോൾ എനിക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഹൃദയം യേശുവിലേക്ക് ഉയർത്തണം, എനിക്ക് പശ്ചാത്തപിക്കണം എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരും. ഒന്ന് കുമ്പസാരിക്കാൻ വേണ്ടി ഒരു ഒരുക്കമൊരുങ്ങുന്നത് വെറും ക്രിയ മാത്രമാണ്. എന്റെ അന്തരംഗം കർത്താവിന്റെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനി ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ആ തീരുമാനത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അപ്പോൾ സാധിക്കും. ഇവിടെ ട്യൂട്ടോറിയൽ കോളേജിൽ പോയി പഠിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥി ക്ലാസ്സിൽ ഉഴപ്പും, അവൻ തോറ്റുപോകും. ട്യൂട്ടോറിയൽ കോളേജിൽ പോയി പഠിച്ചു പിന്നെയും അവൻ ഉഴപ്പും, പിന്നെയും തോക്കും. ഗൈഡെല്ലാം പഠിച്ച് ജയിക്കാമെന്ന് വിചാരിക്കുന്നവൻ സ്കൂളിൽ അവൻ ഗൈഡിനെ ഉപജീവിക്കാൻ നോക്കും. ഇത് രണ്ടും തെറ്റായ മാർഗമാണ്. വിദ്യാർത്ഥി സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, പഠിക്കണം, ജയിക്കണം, രക്ഷിക്കപ്പെടണം. ഇതുപോലെ ക്രിസ്ത്യാനി ക്രിസ്തുവിൽ വിശ്വസിക്കണം, അവന്റെ നാമത്തിൽ പാപമോചനം കരഞ്ഞു മേടിക്കണം, സ്വർഗത്തിലോട്ട് പോകണം. ട്യൂട്ടോറിയൽ കോളേജിലും ഗൈഡിലും പോകുന്ന പോലെ കുംസാരം എന്ന് പറയുന്നവരുടെ പിന്നാലെ നടന്നു കിടന്ന് കോടികൾ പിശാചിനാൽ വഞ്ചിക്കപ്പെടാൻ പോകുന്ന സാഹചര്യമുണ്ട്. അതുണ്ടെന്ന് വിളിച്ചു പറയാൻ വേണ്ടി എന്റെ ജീവിതം ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ഓരോ വ്യക്തികളുടെയും ജീവിതം സ്വർഗത്തിൽ പോകുന്നതിന്റെ അടിസ്ഥാന വിദ്യയിലേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയാകുന്നതിൽ അർത്ഥമില്ല. മറ്റു മതങ്ങളുടെ പാപനാശിനി പുഴകളിൽ പോയി മുങ്ങുക, ഇരുമുടിക്കെട്ടുകളുമായി പോയി മല കയറുക, അങ്ങനെയൊക്കെയാണ് പാപം പോകുന്നതെങ്കിൽ ക്രിസ്തു ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത്രയും ത്യാഗോജ്ജലമായി മരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? മറ്റു മതങ്ങളിലൂടെ ഉള്ളതുപോലെ ഒരു മതം അങ്ങ് സ്ഥാപിച്ചാൽ പോരായിരുന്നോ? മറ്റു ദൈവങ്ങളെ പോലെ അടിച്ചു പൊളിച്ച് തിന്നേച്ചും കൊന്നേച്ചും പോയാൽ പോരാന്നോ? എന്തിനാണ് അവൻ ഇത്രമാത്രം ക്രൂശിൽ സഹിക്കപ്പെട്ടത്? അതേ പ്രിയരെ, ഇപ്പോൾ ഇതാ കാലമായിരിക്കുന്നു എന്നെപ്പോലെയുള്ളവർ ഇത് പറയുവാനും നിങ്ങളെപ്പോലെ ഇത് കേൾക്കുവാനും ഇതാ സമയം സമാഗതമായിരിക്കുന്നു. പാപമോചനം ക്രിസ്തു വഴി മാത്രം. കേട്ടോ, ഇനി പാപം മാത്രം മോചിക്കപ്പെട്ടാൽ പോരാ, പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വൈകാരിക ശക്തികളെ കൂടി മോചിപ്പിക്കണം. അതാണ് പിശാച്. ആദത്തെയും ഹവ്വയെയും ചതിക്കാൻ വേണ്ടി വന്ന അതേ സാത്താൻ ഇന്ന് ലോകത്തിലുള്ള 600-ൽ പരം കോടി മനുഷ്യരുടെയും കൂടെ അവൻ നടക്കുകയാണ്. അവനെ കാണത്തില്ല, തൊടത്തില്ല, ഒന്നുമില്ല. അവനും ഒരു അനുഭവമാണ്. അവനെ പിടിച്ചു കെട്ടണം. മർക്കോസിന്റെ 3:27 വരുമ്പോൾ നമ്മുടെ യേശു അത് പറയുന്നു. മർക്കോസ് 3:27, ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുവകൾ കവർ ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം, അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. പിശാചിനെ ബന്ധിക്കണമെന്ന് മത്തായിയുടെ 10 നിങ്ങൾ ലോകം മുഴുവൻ പോകുവിൻ, പിശാചിനെ ബന്ധിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സഭയോട് കർത്താവ് പറയുകയാണ്, സഭയാണെങ്കിൽ വചനം കേട്ട് ധ്യാനിച്ച് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവാത്മാവിൽ നിന്നും ശക്തി സംഭരിക്കുന്നവൻ സഭയുടെ മകൻ. അങ്ങനെയുള്ളവർ സഭ അഥവാ കൂട്ടായ്മ. നീ സഭയാണെങ്കിൽ, സഭയുടെ മകനാണെങ്കിൽ നിന്നിൽ വസിക്കുന്ന പിശാചിനെ നീ പുറത്താക്കണം. അയൽവാസികളിൽ വസിക്കുന്ന പിശാചിനെയും ഉപവാസമെടുത്തും പ്രാർത്ഥിച്ച് നീ പുറത്താക്കണം. മർക്കോസ് 3:27 പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കിടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സത്യത്തോടും തീക്ഷ്ണമായ സ്നേഹത്തോടും മനുഷ്യനെ അടുപ്പിക്കാത്ത ശക്തന്റെ പേരാണ് സാത്താൻ. നമ്മൾ പടവെട്ടേണ്ടത്
ജഡത്തിനും രക്തത്തിനും എതിരെ അല്ല, ദുഷ്ടാത്മ ശക്തികൾക്കും അധികാരങ്ങൾക്കും എതിരെയാണ് നമ്മൾ പോരാട്ടം നടത്തേണ്ടത്. എഫേസോസ് 6:12 പറയുന്നു. ഇത് ബിഷപ്പിന്റെ ജോലി മാത്രമല്ല, ബിഷപ്പ് അത് ചെയ്യണം. വചനത്തിലൂടെ പോകുന്നെങ്കിൽ ബിഷപ്പിന് അത് ചെയ്യാം. ഇത് പാസ്റ്ററുടെ ജോലി മാത്രമല്ല, പാസ്റ്റർ പക്ഷേ അത് ചെയ്യണം. വചനാധിഷ്ഠിതമായി മാനസാന്തരപ്പെട്ട് വിശദീകരിക്കപ്പെട്ട പാസ്റ്റർക്ക് അത് ചെയ്യാം. ബിഷപ്പും അല്ല, പാസ്റ്ററും അല്ല, സാധാ വൈദികനും സാധാ ആത്മാവിനുമാണെങ്കിൽ നിനക്കിത് ചെയ്യാം. നിന്റെ ക്വാളിറ്റി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്നതാണെങ്കിൽ നിനക്കിത് ചെയ്യാൻ പറ്റും. ദൈവത്തിന്റെ സത്യത്തോടും നീതിയോടും തീക്ഷ്ണമായ പ്രതിബദ്ധതയുള്ള ഒരു ജീവിതം ദൈവത്തിനു മുമ്പാകെ നീ നടത്തിയാൽ, റോമരുടെ ലേഖനം 12:1-2 വചനമനുസരിച്ച് നീ മാനസാന്തരപ്പെട്ട് ശാരീരിക പ്രവണതകളെ തോൽപ്പിച്ച് രൂപാന്തരപ്പെട്ടവനാണെങ്കിൽ സാത്താന്റെ സാമ്രാജ്യത്തെ തകർക്കുവാൻ നിനക്കും സാധിക്കും. സാത്താന്റെ കോട്ടകൾ തകർക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സാത്താൻ ഈ ലോകത്തിലുണ്ട്. എസെക്കിയേൽ 28 അത് പറയുന്നു. യെശയ്യാ 14 അത് പറയുന്നു. അവൻ എങ്ങനെ വന്നു, അവനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നെല്ലാം വ്യക്തമായും അവിടെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. മത്തായി 4-ാം അധ്യായത്തിൽ സാക്ഷാൽ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ പിശാച് കടന്നു വരികയും അപ്പമുണ്ടാക്കാവോ, താഴത്തേക്കൊന്ന് ചാടാവോ, എന്നെ വീണ് നമസ്കരിക്കാവോ എന്നൊക്കെ പിശാച് വന്ന് യേശുവിന് ചോദിച്ചത് നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ ചില വചനങ്ങൾ അവനെതിരെ ചാട്ടുളിയായി പ്രയോഗിച്ചുകൊണ്ട് സാത്താനെ യേശുക്രിസ്തു പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സാത്താൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു സാത്താൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും. പക്ഷെ വചനപ്രകാരം അത് സത്യമാണ്. 1 യോഹന്നാൻ 5:19 പറയുന്നു, ലോകം മുഴുവൻ ദുഷ്ടന്റെ കരവലയത്തിലാണെന്ന്. 1 യോഹന്നാൻ 5:19 വചനപ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. അതെ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പിശാചിനെ നീ തകർക്കണം. പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചുകൊണ്ട് മാത്രമേ നിനക്ക് പിശാചിനെ തകർക്കാൻ പറ്റുകയുള്ളൂ. അല്ലയോ ക്രിസ്ത്യാനി, എഫേസോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ പിശാചിനെ തകർക്കണമെന്നും. പിശാചിനെ തകർക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പിശാച് നിന്നെ തകർക്കും, യാതൊരു സംശയവും വേണ്ട. എഫേസ്യരുടെ ലേഖനം 6-ാം അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ട ക്രിസ്ത്യാനി, നിനക്ക് ദൈവത്തിന്റെ സർവായുധവർഗങ്ങളിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ആയുധങ്ങൾ ധരിക്കാതെ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. ക്രിസ്തു നിന്നിൽ വസിക്കുമ്പോൾ നിനക്കത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ജനകോടികളുള്ള നിന്റെ സഭയിലെ പിതാക്കന്മാരെന്നോ വൈദികരെന്നോ അവകാശപ്പെടുന്ന ആളുകൾ പറയും, പിശാചിനെ ബന്ധിക്കണമെങ്കിൽ ബിഷോപ്പിന്റെ അനുവാദം വേണം. ബിഷോപ്പ് അനുവദിച്ചാൽ ആ സഭയിൽ ഏതെങ്കിലും വികാരിക്ക് അത് ചെയ്യാം. ബിഷോപ്പും വികാരിയും അനുവദിച്ചാൽ കന്യാസ്ത്രീക്ക് ചെയ്യാം. ബിഷോപ്പും വികാരിയും കന്യാസ്ത്രീയും അനുവദിച്ചാൽ ആത്മാവിന് ചെയ്യാം. ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ പാവം ആത്മാവിന്റെ ആത്മാവും കൊണ്ട് സാത്താൻ കടന്നിരിക്കും. ബിഷോപ്പ് ചെയ്തു, അച്ഛൻ ചെയ്തു, കന്യാസ്ത്രീ ചെയ്തു, കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സോണൽ ലീഡർ ചെയ്തു, ലീഡറിന്റെ കെട്ടിയോൾ ചെയ്ത്, ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേന് ആത്മാവിനെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. അവന്റെ ആത്മാവ് നരകത്തിൽ പോകും. അതുകൊണ്ട് ഇത്തരം ദുരപരിഷ്ഠ സംഘങ്ങളോട് അതിൽ പെട്ടിരുന്നവനായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ വിശ്വാസി ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. കാരണം എഫേസ്യർ 6:12 പറയുന്നു, നമുക്കുള്ള പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ അധിപതികളോടുമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ പോരാട്ടം ബിഷപ്പിനോടൊന്നോ പാസ്റ്ററോടൊന്നോ എന്നെപ്പോലുള്ളവരോടൊന്നോ അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് ദുഷ്ടാത്മസേനയോട് എതിർക്കണമെന്നാണ് സ്വർലോകങ്ങളിലെ. അതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. എഫേസ്യർ 6:13 ദൈവത്തിന്റെ സർവായുധവർഗം എന്നാ പറഞ്ഞ കേട്ടോ. ബിഷപ്പിന്റെ പാസ്റ്ററിന്റെ ആയുധവർഗം എന്നല്ല കേട്ടോ. കുമ്പസാരക്കൂടോ കുർബാനക്കൂടിന്റെ കാര്യം പറഞ്ഞില്ല കേട്ടോ. കൊന്തക്കൂടിന്റെ കാര്യം പറഞ്ഞില്ല കേട്ടോ. വചനക്കൂടിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. മാറരുത് കേട്ടോ, ചില മാറ്റരുത് കേട്ടോ. ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. ഇനി എന്താണ് ദൈവത്തിന്റെ സർവായുധവർഗം എന്ന് പറയട്ടെ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക. 1 ആയുധം സത്യം, 2 നീതി എന്ന കവചം ധരിക്കുക. എഫേസ്യർ 6:14 3 സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. എഫേസ്യർ 6:15 4-ാമത്തെ ആയുധം ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുക്കുക. എഫേസ്യർ 6:16 അടുത്ത ആയുധം രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുക.
ഒടുവിലത്തെ ആയുധം ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുക. എഫേസ്യർ 6:17. പ്രിയപ്പെട്ടവരെ, ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ ദുഷ്ടശക്തികൾക്കെതിരെ വിശ്വാസി ഉപയോഗിക്കേണ്ട ആയുധമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് കേട്ടില്ലേ? വചനത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസത്തെ ശിഥിലമാക്കുവാൻ സാത്താൻ ആവതെല്ലാം ചെയ്യുമെന്നിപ്പോൾ തിരിച്ചറിയണമേ. ദൈവത്തിന്റെ വചനത്തിനെതിരായുള്ള സകല ആക്രമണങ്ങളിലും സഭ അതിനെ പ്രതിരോധിക്കണം. ക്രിസ്തുവിനും അപ്പസ്തോലന്മാർക്കും വചനത്തോടുണ്ടായിരുന്ന മനോഭാവത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പാപബോധം വരുത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനും സൗഖ്യമാക്കുന്നതിനും ഭൂതങ്ങളെ ഓടിക്കുന്നതിനും വചനത്തിലുള്ള ശക്തിയെ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ആ വചനത്തിലുള്ള ശക്തിയെ ഉപേക്ഷിക്കാനാണ് അൽമായരോട് പൗരോഹിത്യം എപ്പോഴും പറയുന്നത്. അവർ ചെയ്തോളാമെന്ന് പറയും, ചെയ്യാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ വ്യക്തികളുടെ ഉള്ളിലും എല്ലാ കുടുംബങ്ങളുടെ ഉള്ളിലും പിശാച് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കേണ്ടെന്ന് പറയുന്നതിലൂടെയും വചനം പഠിക്കേണ്ടെന്ന് പറയുന്നതിലൂടെയും AD 1229 വചനം വിലക്കിയത് മുതൽ പിന്നെ ആ വിലക്ക് ഇതുവരെ അടിക്കാത്തത് വഴിയും പിശാച് ഏത് വീട്ടിലും കയറി നിരങ്ങിക്കോട്ടെ, ഏത് കുടുംബങ്ങളെയും തകർത്തോട്ടെ, ഏത് വ്യക്തികളെയും തകർത്തോട്ടെ, സ്വന്തം നെഞ്ചിലിരുന്നും തകർത്തോട്ടെ എന്നുള്ളൊരു ആശയമാണ് അത്തരം സഭാ നേതൃത്വങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശ്വാസീയതയെ ചോദ്യം ചെയ്താൽ നാം സാത്താന്റെ കയ്യിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയായിരിക്കും ഫലമെന്ന് അവരറിയുന്നില്ല. 2 പത്രോസ് 1:21 മത്തായി 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിലും ഇക്കാര്യം പറയുന്നു. പ്രിയരെ, പറഞ്ഞതിന്റെ ആശയം തിരുവെഴുത്തുകളുടെ ദൈവശ്വാസീയതയും ആധികാരികതയും ആത്മാവിൽ പ്രാർത്ഥിച്ചു വളരാനുള്ള ബോധ്യവും കോടികളുടെ സഭ അനുവദിക്കുന്നതല്ല. വരങ്ങളോ ദാനങ്ങളോ ഉപയോഗിച്ചു പോയാൽ അവർ ഓടിക്കും. രോഗികളെ സുഖപ്പെടുത്തി രോഗികൾക്ക് നന്മ ചെയ്താൽ അവർ ഓടിക്കും. പിശാചിനെ പായിക്കുന്നവർ അവർ ഓടിക്കും. ഞാൻ ബിഷപ്പാണ്, ഞാൻ വികാരിയാണ്, ഞാൻ ജനറലാണ്, ജനറൽ അച്ഛനാണ്, പാസ്റ്ററാണ്, ഞാൻ പ്രൊവിൻഷ്യലമ്മയാണ്, മദറമ്മയാണ്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിശാചിന്റെ ഏജന്റുമാർ പറഞ്ഞു വരുത്തിക്കൊണ്ട് സകല വാഴ്ചകളുടെ അധികാരങ്ങളോട് കൂടി കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്. ഇത് സത്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ സാധാരണഗതിയിൽ എന്താ ചെയ്യണം? പിശാചിനെ ഓടിക്കാൻ വേണ്ടി കൂടോത്രം വെക്കുക, മന്ത്രാലയം വെക്കുക, അങ്ങനെയുള്ള പല തട്ടിപ്പുകൾ നടത്താൻ നിങ്ങൾ പോകാൻ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടിയല്ല. പിശാചിനെ വളർത്തുന്ന പള്ളിക്ക് പിശാചിനെ ഓടിക്കാൻ സാധിക്കുകയില്ല. പിശാച് കൂടെ വസിക്കുന്നത് കൊണ്ട് ആ കുർബാന, ആ കൊന്ത അതാണ് ശരിയെന്ന് കൂടെ പറയും. ആ നൊവേന, ഈ നൊവേന ഇതാണെന്ന് ശരിയായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ജനകോടികൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്നെപ്പോലെ സത്യം പറയുന്നവരെ പുറത്താക്കുക. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഈയിടെ ഞാൻ ഈ സത്യം പറയുന്നത് കേട്ടുകൊണ്ട് ബന്ധുക്കളെ മുഴുവൻ പേരെയും വിളിച്ച് പൊട്ടിക്കരയുകയായിരുന്നു. അയ്യോടോ, അവൻ പെന്തിക്കോസിലെങ്ങാനും പോയെന്ന്. ഞാനൊന്നും പോയിട്ടില്ല. എന്നാൽ പിശാച് അവിടെ കിടന്നങ്ങോട്ട് പണിയെടുക്കുകയാണ്. ഭയങ്കരമായിട്ട് കരച്ചിലായി, ബഹളമായി, പ്രശ്നമായി. ലണ്ടനിലുള്ള എന്റെ പ്രിയപ്പെട്ട മക്കളെ പോലെയുള്ളവർ പോലും വാഞ്ചാച്ച ഇതെന്നാ അങ്ങനെ അതെന്നാ ഇങ്ങനെയെന്ന് വിളിച്ചു ചോദിക്കുക. ഇതെല്ലാം പിശാച് ചെയ്യിപ്പിക്കുന്ന വേലത്തരങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ പാപമോചനം ക്രിസ്തുവാണ് നൽകുന്നതെന്ന് മനസ്സിലാകും. നമ്മൾ പശ്ചാത്തപിക്കുക, വീണ്ടും ജനിക്കാൻ ശ്രമിക്കുക. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ ഉള്ളവരെ മോചിപ്പിക്കുവാൻ ക്രിസ്തു നമുക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് മനസ്സിലാവും. പിശാചിനെ ഓടിക്കാതെ ദൈവരാജ്യത്തെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. യേശു ലോകത്തിലേക്ക് വന്ന ബന്ധിതരെ അഴിച്ചുവിടാനാണ്. പിശാചിനെ ഓടിക്കുവാനും പാപത്തെ മോചിപ്പിക്കുവാനും രോഗത്തിൽ നിന്ന് വിടുതൽ തരുവാനും വേണ്ടിയിട്ടാണ്. ഇതാണ് സുവിശേഷം. ഈ സത്യസുവിശേഷമായിട്ട് അറിയുന്നവർക്കുള്ളതാണ് തമ്പുരാന്റെ 2ാമത്തെ ആഗമനത്തിലെ 1ാമത്തെ ഉയിർപ്പ്. കേൾക്കണ്ടേ സത്യവചനം? 2 തെസ്സലോനിയർ 1-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവായ യേശു തന്റെ ശക്തരായ ദൂതന്മാരുടെ കൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിന്റെ നീതിയാണ്. അപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. 2 തെസ്സലോനിയർ 1:8. സുവിശേഷം അനുസരിക്കാത്തവർക്കെതിരായി യേശുവിന്റെ 2ാമത്തെ ആഗമനത്തിൽ യേശു പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നത് യേശു അത്രേ, സത്യദൈവം അത്രേ പറയുന്നത്, മറ്റാരുമല്ല പറയുന്നത്, സത്യദൈവം.
അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശമെന്ന ശിക്ഷ അനുഭവിക്കും. ആരാ? സുവിശേഷം അനുസരിച്ച് ജീവിക്കാത്തവർ. ഞാൻ കുമ്പസാരിച്ചു, ഞാൻ കുർബാനയിൽ, ഞാൻ കൊന്തയിൽ പെരുന്നാൾ നടത്തിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, പള്ളി പോലും പോയി പറയാൻ പറയുകയില്ല, ശിവത്തേരി പോലും പോയി പറയാൻ പറ്റിയല്ല, നരകത്തിൽ പോയി പറഞ്ഞോളാന്ന് പറയും യേശു ക്രിസ്തു. എന്നാണ് അതിന്റെ അർത്ഥം? കർത്താവായ യേശു ക്രിസ്തു അവൻ രണ്ടാമത്തെ ആഗമനത്തിൽ പ്രിയപ്പെട്ടവരെ വരുന്നത് ഒന്നാം തലത്തിൽ സഭയെ ഉയർത്തിക്കൊണ്ടുപോകാൻ, സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നവരെ സ്വർഗത്തിലേക്ക് പോകാൻ. ആ വരവിന് രണ്ടാം തലത്തിൽ അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2 തെസ്സലോനിയർ 2:7 പറയുന്ന സാത്താനെ പിടിച്ചുകെട്ടുവാനും എതിർ ക്രിസ്തുവിനെ പിടിച്ചു തകർക്കുവാനും കള്ളപ്രവാചകനെ ഓടിക്കുവാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ജീവിക്കാത്തവരും ക്രിസ്തുവിനെ സഹോദരന് കണ്ടുകൊണ്ട് സ്നേഹിക്കാത്തവനെ തകർക്കുവാനും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന്റെ ഒന്നാമത്തെ ദളവും രണ്ടാമത്തെ ദളവും. കർത്താവായ യേശു തന്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് പിശാചിനെ അന്ന് സംഹരിക്കും. തന്റെ പ്രത്യാഗമനത്തിന്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷം ചെയ്യും. 2 തെസ്സലോനിയർ 2:8 സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടി ആയിരിക്കും ആരുടെ ആഗമനമാ? എതിർ ക്രിസ്തുവിന്റെ ആഗമനം. അതിനാൽ വ്യാജമായി ഇതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ആ കാലഘട്ടത്തിലെ ജനങ്ങളിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 തെസ്സലോനിയർ 2:15 നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. പൗലോസ് പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ, പത്രോസ് പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ, അല്ലാതെ ഈ ലോകത്തിലെ സഭയുടെ പെരുന്നാൾ പാരമ്പര്യം, വെടിപടക്കം പാരമ്പര്യങ്ങളല്ല. പൗലോസും പത്രോസും പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ, പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുന്ന പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ പാപം പോകും, ദുഃഖം പോകും, സാത്താൻ പോകും, എതിർ ക്രിസ്തുവിന്റെ ശല്യം ഉണ്ടാവുകയില്ല. നമ്മൾ അതിവിശുദ്ധമായി ജീവിക്കും, വചനം കേട്ട് വളരും, വചനത്താൽ നിറഞ്ഞു ജീവിക്കും. അങ്ങനെയാണ് പ്രിയരെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക.